എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് നിങ്ങൾക്ക് നാളെ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് യൂസർ നെയിം, എന്താണ് പാസ്വേഡ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അതായത് യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറാണ്. അതുപോലെ പാസ്വേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പാസ്വേഡ് തന്നെയാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആ ഒരു ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ കൊടുത്തിട്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് ആ ഒരു സമയത്ത് ആ ഒരു റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് അവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് എടുത്ത് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ്. അതുപോലെ ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കിട്ടിയത്, എത്രാമത്തെ ഓപ്ഷൻ, നിങ്ങൾ എത്രാമത്തെ ഓപ്ഷൻ വെച്ചിട്ടുള്ള ഏത് കോഴ്സ് ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിക്കാനുള്ള ആ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങൾ, അതായത് നിങ്ങളുടെ വിവരങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സുകൾ കൂട്ടിച്ചേർക്കണം എന്നുണ്ടെങ്കിലോ ഏതെങ്കിലും നൽകിയിട്ടുള്ള ഏതെങ്കിലും കോഴ്സ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിലോ അതുപോലെ പുതുതായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് അതിൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓപ്ഷൻ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലോ അതുപോലെ മറ്റൊരു ജില്ലയിലേക്ക് ഓപ്ഷൻസ് വെക്കണം എങ്കിലോ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നതാണ്. അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ യൂസർ നെയിം ആയിട്ടുള്ള മൊബൈൽ നമ്പർ അതുപോലെ പാസ്വേഡ് അതുപോലെ തന്നെ ഇവിടെ കാണുന്ന കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അത് സെൻഡ് OTP എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സെൻഡ് OTP എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്കോ ഒരു ഇമെയിൽ ID യിലേക്കോ നിങ്ങൾക്ക് ഈ ഒരു കോഡ് വരുന്നതാണ്, അത് OTP കോഡ് വരുന്നതാണ്. അത് മൊബൈൽ നമ്പറിലാണ് സാധാരണഗതിയിൽ വരാറുള്ളത്. അപ്പോൾ മൊബൈൽ നമ്പറിൽ വന്നിട്ടുള്ള ആ ഒരു OTP കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ അത് നൽകിയിട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് അതായത് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ബാക്കി അതായത് ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നതാണ്. അത് നിങ്ങൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓരോ ഡീറ്റെയിൽസ് സേവ് ചെയ്യുന്നതിനനുസരിച്ചും ഓരോ സ്റ്റെപ്സിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അത് മറ്റൊരു ജില്ലയിലെ സ്കൂളിലൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് എന്നിവയൊക്കെ കാണാൻ പറ്റും. ഏതെങ്കിലും പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ആഡ് എന്നുള്ളടത്ത് ലാസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് പുതുതായിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ അതിൻ്റെ നമ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്കും ഓപ്ഷൻസ് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അതായത് ഏത് VHSC സ്കൂളിലാണ് കൊടുക്കുന്നത് അതനുസരിച്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് കൊടുക്കുന്നത് അതനുസരിച്ച് കൊടുത്ത ശേഷം ആഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ എഡിറ്റ്
ചെയ്യണമെങ്കിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ നേരെയുള്ള ആ ഒരു ഡിലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത്, അതായത് ആ ഒരു ബിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിലോ പുതിയ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിലോ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ നൽകിയ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതും, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതും ആണ്. അതുപോലെ കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെയുള്ള വിവിധ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് തിരുത്തണമെങ്കിൽ അങ്ങനെ തിരുത്താവുന്നതാണ്. അതിനുശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് പ്രിവ്യൂ കാണാൻ പറ്റുന്നതായിരിക്കും. പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ ഡീറ്റെയിൽസിൻ്റെ, അതായത് ഓരോ സെഷന് നേരെയും എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എന്ത് ഡീറ്റെയിൽസ് ആണ് എന്നുള്ളതിൻ്റെ പേര് കാണിക്കുന്നതായിരിക്കും. അതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ എല്ലാം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും പ്രിവ്യൂ പേജിലേക്ക് വരികയും അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നുകൂടി കൃത്യമായിട്ട് പരിശോധിച്ച് തെറ്റുകളൊന്നും ഇല്ല, നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ ഇതുപോലുള്ള ഡീറ്റെയിൽസിൽ, അതായത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസിൽ അതൊന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം കാറ്റഗറി തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ അഡ്മിഷൻ കിട്ടത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാം ഓക്കെയാണ്, അതിന് തെറ്റൊന്നുമില്ല, എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എന്ന് കൺഫേം ആണ് എങ്കിൽ, അതെല്ലാം ഉറപ്പാണ്, എല്ലാം കറക്റ്റാണെങ്കിൽ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ഫൈനൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികളുടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾ എന്നിവയ്ക്ക് പരിഗണിക്കേണ്ട രീതിയിലുള്ള അപേക്ഷ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സ്കൂളുകളിൽ ടെമ്പററി പെർമനൻറ്റ് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.